ഹായ്, വെൽക്കം ടു അമിയാസ് കിച്ചൻ. ഇന്ന് നമുക്ക് സിമ്പിളായിട്ട് ചിക്കൻ ഉപയോഗിച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവ് തയ്യാറാക്കിയെടുക്കാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന്. പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ആദ്യം തന്നെ ലഭിക്കുന്നതായിരിക്കും. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് കുറച്ച് ചിക്കൻ്റെ സ്റ്റോക്ക് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് ഒരു ചെറിയ സബോള എടുത്തിട്ടുണ്ട്. അത് നമുക്ക് അരിയൊന്നും വേണ്ട, ഇങ്ങനെ തന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 8 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ഉണക്കമല്ലി, പിന്നെ ഒരു 1 ടീസ്പൂൺ പെരിഞ്ജീരകം, പിന്നെ ഒരു 6 ഏലക്കായ, ഒരു 4 ചെറിയ കഷ്ണം കറുകപ്പട്ട, പിന്നെ ഒരു 4 കറിയാമ്പൂ. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഉണക്ക മസാലകളായിട്ട് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 3 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 7 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഈ വെള്ളത്തിൽ വേണം നമുക്ക് റൈസ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ എല്ലാ മസാലകളും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിയും കഴിഞ്ഞിട്ട് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന വരെയും കുക്ക് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ ചിക്കന് ഇതിൽ നിന്ന് മാറ്റി കൊടുക്കാം. ഞാനിപ്പോൾ ചിക്കൻ്റെ പീസസൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ്റെ സ്റ്റോക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഞാൻ ഈ ചിക്കൻ സ്റ്റോക്കെല്ലാം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 5 ഏലക്കായ, ഒരു 5 കറിയാമ്പൂ, ഒരു 2 കറുകപ്പട്ടയുടെ ഇല, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. നന്നായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 2 വലിയ സബോള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പിടുമ്പോൾ സൂക്ഷിച്ചിടണം, കാരണം നമ്മൾ ഓൾറെഡി ചിക്കൻ സ്റ്റോക്ക് തയ്യാറാക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 7 പച്ചമുളക് നീളത്തിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് അരിയണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇത് വഴറ്റണം. ഇതിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 15 അല്ലി വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ചതച്ചെടുത്തതാണ്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഇത് വഴണ്ട് ഇതിൻ്റെ പച്ചമുളകൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. കൂടി ഇട്ടിട്ട് ഈ ചിക്കന് മസാലയിൽ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടൊരു 1/2 കപ്പ് മല്ലിയില ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ കൊത്തുമുളകും ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഈ മസാലയിൽ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 കപ്പ് തൈര് ഒഴിച്ചു കൊടുക്കാം. തൈരും കൂടിയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഈ ചിക്കനിൽ മിക്സ് ചെയ്യാം. എന്നിട്ട് കുറച്ച് നേരം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യണം. പിന്നെ ഞാൻ ഈ എടുത്തേക്കുന്ന തൈര് അധികം പുളിയില്ലാത്ത തൈരാണ്, അതുകൊണ്ടാണ് 1 കപ്പ് എടുത്തത്. പുളി കൂടുതലുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പോ 3/4 കപ്പോ എടുത്താൽ മതി. ഇതെല്ലാം നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കാം. ഇതൊരു 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 750 ഗ്രാം അരിയുണ്ട്. അതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം.
ഞാൻ ഈ അരിയൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ചിക്കൻ്റെ സ്റ്റോക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 6.5 കപ്പ് ചിക്കൻ സ്റ്റോക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട. 3 കപ്പിന് മിക്ക അരിക്കും ഒരു 6 കപ്പ് മതിയാവും. ചില അരിക്ക് മാത്രം ഒരു 6.5 കപ്പൊക്കെ വേണ്ടി വരും. അപ്പോൾ നമ്മൾ നോർമലി എത്രയാണോ വെള്ളം വറ്റിച്ചെടുക്കുമ്പോൾ ഒക്കെ വെക്കുന്നത് ആ ഒരു അളവിൽ എടുത്താൽ മതി. ഈ സമയത്ത് ഉപ്പ് കുറവുണ്ടോ എന്ന് നോക്കിയിട്ട് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ എരിവിൻ്റെ അളവൊക്കെ ഓരോരുത്തരെ താല്പര്യം അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പച്ചമുളകിൻ്റെ, കൊത്തുമുളകിൻ്റെ അതല്ലെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ചു മൂടിയായിട്ട് കുക്ക് ചെയ്യാം. ചെറിയ തീയിലിട്ടിട്ട് വേണം കുക്ക് ചെയ്യാൻ. അപ്പോൾ ഞാൻ നന്നായിട്ട് അടച്ചു മൂടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം. കുക്ക് ചെയ്യാൻ വെക്കുന്ന സമയത്ത് അതിൻ്റെ അടിയിൽ വല്ല ദോശക്കല്ലോ ഇതുപോലത്തെ വല്ല ഫ്രൈ പാനോ വെച്ച് കൊടുത്താൽ അടി പിടിക്കാണ്ട് കിട്ടും നമുക്ക്. ഇപ്പോൾ ഇത് അടച്ചു മൂടി വെച്ചിട്ട് അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. റൈസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി. ഇപ്പോൾ നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുലാവാണ്. അധികം മസാല ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. എപ്പോഴും നമ്മൾ ഒരേ രീതിയിലുള്ള ചോറ് ട്രൈ ചെയ്യുമ്പോൾ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു നല്ലൊരു റൈസ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായം അറിയിക്കുക. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്